ദേവിയെ അല്ലെങ്കിൽ ഈശ്വരനെ നമുക്ക് ഏതൊക്കെ ഭാവത്തിൽ ആരാധിക്കാം. നമ്മൾ ഏത് രൂപത്തിലാണോ ആരാധിക്കുന്നത് ആ രൂപത്തിലായിരിക്കും ഈശ്വരൻ നമുക്ക് അനുഭവവേദ്യമാകുക. സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഏറ്റവും സുഗമവും എളുപ്പവും അല്ലെങ്കിൽ കുറച്ച് സേഫായിട്ടുള്ളതുമായിട്ടുള്ള ഈശ്വരൻ്റെ രൂപം എന്ന് പറയുന്നത് ഏതാണ്? ദേവിയാണ്, അമ്മയാണ്. കാരണം അമ്മയുടെ അടുത്ത് എന്താണ്? നമുക്കെപ്പോഴും ഒരു സുരക്ഷിതത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അമ്മയുടെ രൂപത്തിൽ നമ്മളുടെ ഒരു ആരാധന അതാണ് ഏറ്റവും നല്ലത്. കാത്യായനി ദേവിയുടെ രൂപത്തിലല്ലേ ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ സ്വന്തമാക്കിയത്. അപ്പം അതുകൊണ്ട് പറയുന്നു, അമ്മയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അമ്മയെ ആരാധിക്കാൻ പറയുന്നത്. അമ്മയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ അച്ഛൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു, ആരെയും കുറച്ച് കാണിക്കുകയല്ല. എങ്കിൽ പോലും അച്ഛൻ്റെ പ്രത്യേകത ശാസനയിൽ ഒളിഞ്ഞിരിക്കുന്ന വാത്സല്യമാണ്. പക്ഷെ അമ്മയുടേതോ വാത്സല്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസനയാണ്. ഒന്നുകൂടി പറയാം, അച്ഛൻ്റേതാണെങ്കിൽ അച്ഛൻ്റെ കൂടുതൽ ശാസനയായിരിക്കും, പക്ഷേ അത് വാത്സല്യത്തിൽ ഒളിഞ്ഞിരിക്കുമായിരിക്കും. ചിലപ്പോൾ വാത്സല്യം അത്ര കാണിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇത് പൊതുവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഇതിൽ എക്സെപ്ഷണൽ കേസസൊക്കെ കാണും. പൊതുവേ നമ്മൾ മാതൃഭാവത്തിനെ പറ്റി പറയുമ്പോൾ മാതൃഭാവം എന്ന് പറയുന്നത് വാത്സല്യഭാവമാണ്. അതിലെന്താണ്? ശാസനയുടെ രൂപവും കാണും. അപ്പം അതുകൊണ്ട് തന്നെ മാതാവ് വളരെ വിശേഷമാണ്. എന്നാൽ മാതാവിന് കരുത്തില്ലേ, ശക്തിയില്ലേ? ഉണ്ട്. പക്ഷെ മാതാവിൻ്റെ ഒരു പ്രത്യേകത, മാതാവ് ജലം പോലെയാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ദേവീഭാവം എങ്ങനെയാണ്? ജലം പോലെയാണ്. അപ്പോൾ ഈ ജലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജലത്തിനെ നമുക്ക് വേണമെങ്കിൽ വഴിതിരിച്ച് വിടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ വഴിതിരിച്ച് വിടത്തില്ലേ, അല്ലേ? ഇപ്പോൾ ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലത്തിനെ അതിലൂടെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കണോ അവിടെ നമുക്ക് എത്തിക്കാൻ പറ്റും. അതായത് ജലം എപ്പോഴും ഫ്ലെക്സിബിളാണ്. വേണ്ട രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ആ അമ്മയോ കാര്യം പറഞ്ഞൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ഈ ജലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ജലത്തിൻ്റെ ശക്തി കാണിക്കാൻ തുടങ്ങിയാൽ അത് അപാരാണ്. അതുകൊണ്ടാണല്ലോ മുല്ലപ്പെരിയാറെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ ആ ശരിയായിട്ടുള്ള ശക്തി, കരുത്ത് കാണിച്ചാൽ ഈ ഭൂമിയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള കരുത്ത് ആ ജലത്തിനുണ്ട്. അത് തന്നെയല്ലേ സുനാമിയിലും നമ്മൾ കാണുന്നത്. എന്തിന്? ഏറ്റവും കട്ടി കൂടിയ ഒരു വസ്തുവായിട്ടുള്ള മാർബിൾ മുറിക്കുന്നത് ജലം ഉപയോഗിച്ചാണ്. ജലത്തിനെ വളരെ ശക്തിയിൽ ഉപയോഗിച്ചിട്ടാണ് മാർബിൾ മുറിക്കുന്നത്. അപ്പോൾ ഇത്രയും ശക്തിയേറിയ ഒരു വസ്തുവിനെ പോലും മുറിക്കാനോ അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള കരുത്ത് എന്തിനുണ്ട്? ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ ജലത്തിൻ്റെ രൂപമാണ് ദേവിക്കുള്ളത്, മാതാവിനുള്ളത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ അമ്മയുടെ രൂപത്തിന് കാരുണ്യമുണ്ട്, പക്ഷേ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ കരുത്തുമുണ്ട്. കരുത്തെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ പൊതുവെ അമ്മയ്ക്കൊഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് നിർത്തിയിരിക്കുന്നവർക്കൊഴിച്ച് പൊതുവെ കുഞ്ഞിൻ്റെ മലമൊക്കെ എടുത്ത് എല്ലാ പ്രാവശ്യവും, എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം അല്ലേ, അതൊക്കെ എടുത്ത് മാറ്റാനുള്ള ക്ഷമയൊന്നും കാണില്ല. അതായത് അറപ്പുളവാക്കുന്ന ഒരു വസ്തുവിനെ ഇത്ര ഒരു നല്ല മനസ്സോടുകൂടി സ്വീകരിക്കണമെങ്കിൽ അതിനൊരു കരുത്തുണ്ട്, കരുണയുണ്ട്, അല്ലേ? കരുണയും ഉണ്ട്, അവിടെ കരുത്തുമുണ്ട്. കാരണം അറപ്പുളവാക്കുന്ന ഒരു വസ്തുവിനെ വളരെ സംയമനത്തോടുകൂടി സ്നേഹത്തോടെ സ്വീകരിക്കണമെങ്കിൽ അതിന് കരുത്ത് വേണം. അത് കൂടുതലും സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് നേഴ്സുമാരിൽ കൂടുതലും സ്ത്രീകളായിട്ടുള്ളവർ. ആ കാരുണ്യ മനോഭാവം അത് ജന്മനാ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിക്കുകയായിരുന്നു, ആ കാരുണ്യഭാവം കൊണ്ട് തന്നെയല്ലേ, ദേവിയുടെ ആ കാരുണ്യം കൊണ്ട് തന്നെയല്ലേ ഞാനും ഇന്നിവിടെ എത്തിപ്പെട്ട് നിൽക്കുന്നത്, അല്ലേ? ഈ ഭൂമിയിൽ വന്ന് നിൽക്കുകയും ഇത്ര മനോഹരമായിട്ടുള്ള ആ രൂപം ഒന്ന് കാണാൻ പറ്റിയതും, അത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് ഞാൻ തൊഴുകയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ചന്ദനം ചാർത്തിയിരിക്കുന്നത്.
ആ ദേവിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരിയോടെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു പോകും. ഞാനവിടെ നിന്ന് ദേവിയോട് സംസാരിക്കാൻ, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, നല്ല സുന്ദരിയായിട്ടുണ്ട്, നന്നായിട്ട് ആ കണ്ണൊക്കെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഒരു കൂട്ടുകാരിയോട് പറയുന്നത് പോലെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പോൾ അത് ചന്ദനം ചാർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ആ പൂജകൻ്റെ മനസ്സിൽ ദേവി എത്രമാത്രം കയറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അത്ര ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു ദേവിയുടെ കാരുണ്യഭാവം നമ്മളിലേക്ക്, നമ്മൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മളുടെ ഭാവം എങ്ങനെയാണോ, യദ്ഭാവം തദ്ഭവതി എന്നാണ് പറയുന്നത്, ആ ഭാവമുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തും, യാതൊരു സംശയവും. ഇനി ഇവിടെ നടത്താൻ പോകുന്നത് ചണ്ഡികാഹോമമാണ് അല്ലേ? അപ്പം എന്തിനാണ് ഈ ഹോമമൊക്കെ നടത്തുന്നത്? ഇതൊക്കെ നമ്മളേതോ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെയാണ് യാഗം, യജ്ഞം, ഹോമം എന്നൊക്കെ കേട്ടിരിക്കുന്നത്. ഇന്നത്തെ മോഡേൺ ന്യൂ ജെൻ വേൾഡിലെ കുട്ടികൾ പറയും ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ, ഉള്ള നെയ്യും പഞ്ചസാര അല്ലെങ്കിൽ നെയ്യും തേനും പട്ടുസാരിയും ഒക്കെ ഈ ഹോമകുണ്ടത്തിലേക്കിട്ട് കത്തിച്ച് കളയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമുക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണോ എന്ന് സംശയം തോന്നും. ഇപ്പോൾ ശബരിമല പ്രശ്നം വന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആചാരങ്ങളൊന്നും പാലിക്കണ്ട, കുറേ ആളുകൾ പറഞ്ഞു ആചാരങ്ങൾ പാലിക്കണം. നമുക്കാകെ കൺഫ്യൂഷനായി. കാരണം ധർമ്മം ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മളിൽ പലർക്കും ഇല്ല. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം രാമായണത്തിലാണ്. ജാപാല ന്യായം എന്ന് പറയും. ശ്രീരാമചന്ദ്രസ്വാമിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭരതൻ വനത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് അല്ലേ? നമ്മൾ ചിത്രകൂടത്തിൽ പോയാൽ ഈ സ്ഥലം മുഴുവൻ കാണാൻ സാധിക്കും. എന്ത് രസമായിട്ടാണെന്നറിയോ? ലക്ഷ്മൺ പഹാഡി എന്ന് പറയുന്ന ഒരു കുന്നുണ്ട് അവിടെ ചിത്രകൂടത്തിൽ നമുക്കറിയാമല്ലോ, ശ്രീരാമൻ വനവാസകാലത്ത് കുറച്ചു കാലം താമസിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാം ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. കമദ്ഗിരി എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിലാണ്, ചിത്രകൂടത്തിലെ കമദ്ഗിരി എന്ന് പറയുന്ന പർവ്വതത്തിലാണ് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും താമസിച്ചത്. കമദ്ഗിരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാമങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നത്. ശ്രീരാമൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതാണ്. അവിടെ ലക്ഷ്മൺ പഹാഡി എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ലക്ഷ്മണൻ ഭരതൻ വരുന്നതൊക്കെ നോക്കിയത്. മറ്റൊരു സ്ഥലമുണ്ട് ഹനുമാൻ ധാര. എല്ലാം കൃത്യമായിട്ടുണ്ട്. നമ്മളവിടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹനുമാൻ ധാര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതും ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ്. പക്ഷേ ഇവിടെ എല്ലാം പോകാൻ റോപ്പ് വേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹനുമാൻ ധാരയിൽ എവിടെ നിന്നോ ഒരു പർവ്വതത്തിൽ നിന്നും കുറച്ച് ജലം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഉറവയായിട്ട്. ഇവിടെ വെച്ചിട്ടാണ് ഹനുമാൻ സ്വാമി, കാര്യം പറഞ്ഞാൽ സമുദ്രത്തിൽ പോയി വാലൊക്കെ മുക്കിയെങ്കിലും ചൂടും, ഉള്ളിലെ ചൂടും തിളപ്പും ഒന്നും പോയിട്ടില്ല, ക്രോധമൊക്കെ. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ഈ ജലം കൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ ക്രോധം ശമിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇന്ന് ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമുണ്ട്. ആ പർവ്വതത്തിൽ നിന്ന് വരുന്ന നീരുറവ നേരെ ഈ വാലിലൂടെ വന്ന് ഒരു കുണ്ടത്തിലേക്ക് വീഴും. എല്ലാവരും ഈ ജലമൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകും. നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭരതൻ വരുന്ന സമയത്ത് കൂടെ ധാരാളം ആളുകളുണ്ടല്ലേ, റാണിമാരൊക്കെ ഉണ്ട്, പൗരജനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പുരോഹിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ ജാബാലി എന്ന് പറയുന്ന ഒരു മുനിയുണ്ട്. ഇത് വാൽമീകി രാമായണത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മൂലഗ്രന്ഥം വാൽമീകി രാമായണമാണ്. ഈ വാൽമീകി രാമായണത്തിലെ ആദ്യ കാണ്ഡം എന്ന് പറയുന്നത് ബാലകാണ്ഡം. അതിൽ 5, 6, 7 അധ്യായങ്ങൾ അയോധ്യയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അയോധ്യ എന്ന് പറയുന്ന പട്ടണം. നമ്മൾ ഇന്ന് അയോധ്യയിലെ ക്ഷേത്രം പണിത് കഴിഞ്ഞിട്ട് പോലും ആളുകൾ പറയുന്നു ശ്രീരാമനും അയോധ്യയായിട്ടൊരു ബന്ധവുമില്ല അല്ലേ? പക്ഷേ വാൽമീകി രാമായണത്തിലും സ്കന്ദപുരാണത്തിൽ 10 അധ്യായങ്ങളായിട്ട് അയോധ്യ എന്ന് പറയുന്ന ഒരു ഖണ്ഡം തന്നെയുണ്ട്. അതിൻ്റെ സബ് ഡിവിഷനായിട്ട് 10 അധ്യായങ്ങളിൽ അയോധ്യയെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നു, വൈവസ്വത മനു തൻ്റെ മനസ്സിലെ ആഗ്രഹം. നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ നമ്മുടെ വീട് ഇന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം, നമുക്കൊരു സങ്കല്പമില്ലേ? അപ്പോൾ വൈവസ്വത മനുവിൻ്റെ രാജ്യമാണ് കോസലം. അപ്പോൾ രാജാവിന് തോന്നി എനിക്ക് നല്ല ഒരു പട്ടണം ഡിസൈൻ ചെയ്യണം. അപ്പോൾ വൈവസ്വത മനുവിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ അദ്ദേഹം നിർമ്മിച്ച പട്ടണമാണ് അയോധ്യ.
ഈ 5-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. 7 നില കെട്ടിടങ്ങൾ, ഹൈവേകൾ, വെള്ളം നനച്ചു കൊടുക്കാനുള്ള സൗകര്യം, പൂക്കൾ വിതറാനുള്ള സൗകര്യം, പീരങ്കികൾ, 100 കണക്കിന് പീരങ്കികൾ ഒരേ സമയം പായിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ വീടുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വരിയിൽ ഒരുപോലെയാണ്, ഒരേ നിറങ്ങൾ, ഇങ്ങനെയൊക്കെ. നമ്മളൊരു നല്ല ടൗൺഷിപ്പൊക്കെ ഡിസൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും പുതുതായിട്ടുണ്ടാക്കിയാൽ അതുപോലെ. 6-ാമത്തെ അധ്യായത്തിൽ സൂര്യവംശത്തിൽ പിന്നെ വൈവസ്വത മനുവിൻ്റെ പുത്രൻ ഭരിച്ചു, അങ്ങനെ ആ സൂര്യവംശത്തിലെ രാജാക്കന്മാരെല്ലാം ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ ദശരഥ മഹാരാജാവ് അതിരഥനായിട്ടുള്ള, അതിരഥൻ എന്ന് പറഞ്ഞാൽ മഹാരഥന്മാരെ, കുറേ മഹാരഥന്മാരെ ഒരുപോലെ നേരിടാൻ കഴിവുള്ളവനാണ് അതിരഥൻ. അങ്ങനെയുള്ള ദശരഥൻ ഭരിച്ചിരുന്നു എന്ന് പറയുന്നു. 7-ാം അധ്യായത്തിൽ ഈ ദശരഥൻ്റെ പുരോഹിതന്മാരാണ് ആരാണ്? ഉപദേശകർ. ഇന്നൊക്കെ ഇല്ലേ മുഖ്യമന്ത്രിക്ക് ഉപദേശകരൊക്കെ. അപ്പോൾ അതുപോലെ ഉപദേശകരാരൊക്കെ, പുരോഹിതന്മാരാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ജാബാലിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജാബാലി അദ്ദേഹവും ഭരതൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഭരതൻ ഇങ്ങനെ പറഞ്ഞൊക്കെ നോക്കുകയാണ്, എങ്ങനെയെങ്കിലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സൊന്ന് മാറ്റണം. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി എന്താണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ, അതായത് ധർമ്മം വിഗ്രഹരൂപമെടുത്താണ് ഭഗവാൻ. ശ്രീരാമന് കുലുക്കമൊന്നുമില്ല. അപ്പോൾ ഈ ജാബാലി വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, അങ്ങയെ ആരാണോ വനത്തിലേക്ക് അയച്ചത് അവർക്ക് അങ്ങ് ഇപ്പം തിരിച്ചു വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആരാണ്? കൈകേയിയമ്മ. ആരുടെ പ്രേരണയാലാണോ? അടുത്തത്, അങ്ങ് ഇവരുടെ പ്രേരണയാൽ അങ്ങയെ ആരാണോ അയച്ചത് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, ദശരഥ മഹാരാജാവ്. പിന്നെ കൊട്ടാരത്തിലുള്ള ആർക്കും അങ്ങ് തിരിച്ചു വരുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ അങ്ങ് ആരെയാണോ ഭരിക്കാൻ പോകുന്നത് അവർക്കും അങ്ങ് തിരിച്ചു വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആ, ശരിയാണ് എന്ന് തോന്നും അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ജാബാല ന്യായം. പക്ഷേ മറുവശം ശ്രീരാമൻ്റെ കേട്ട് കഴിയുമ്പോൾ മാത്രമേ ആ ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ശ്രീരാമൻ ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു. അവിടെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, മുഖ്യധർമ്മവും ഗൗണധർമ്മവും ഉണ്ട്. ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ അത്ര മുഖ്യമല്ലാത്തത്. ഞാൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ രാജാവിൻ്റെ ധർമ്മമാണ് മുഖ്യം, പുത്രൻ്റെ ധർമ്മം അല്ല. പക്ഷെ ഇവിടെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടില്ല, യുവരാജാവായിട്ട്. അപ്പോൾ പുത്രൻ്റെ ധർമ്മമാണ് മുഖ്യം. അപ്പോൾ അച്ഛൻ പറയുന്നതാണ് കേൾക്കേണ്ടത്. എവിടെയൊക്കെയാണോ ശ്രീരാമൻ മുഖ്യധർമ്മം അനുഷ്ഠിച്ചത് അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ്. രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിനെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. നമുക്കിതൊന്നും ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പറയും ശ്രീരാമൻ ചെയ്തത് തെറ്റാണ്. മുഖ്യധർമ്മം സ്വീകരിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള കരുത്ത് വേണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലേക്കും പല ധാരണകളും വരുന്നത്. അപ്പോൾ ഈ ഹോമത്തിനെ പറ്റി ആളുകൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇടുന്നല്ലോ എന്ന് വിചാരിക്കും. ഹോമകുണ്ടത്തിലേക്ക് എന്തൊക്കെ വസ്തുക്കൾ സമർപ്പിക്കും? നെയ്യും തേനും എല്ലാ വസ്തുക്കളൊക്കെ സമർപ്പിക്കും. ശരിക്കു പറഞ്ഞാൽ അതെന്തിൻ്റെ പ്രതീകമാണ്? നാളെ തൊട്ടിവിടെ ഹോമം നടക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ഭാവം എന്തായിരിക്കണം? ശരിക്കു പറഞ്ഞാൽ അവിടെ ഓരോന്ന് സമർപ്പിക്കുന്നതും അതെന്തിൻ്റെ പ്രതീകമാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ അഹങ്കാരത്തിനെ സമർപ്പിക്കുന്നു എന്നാണ് അല്ലേ? ഇതംന മമ എന്ന് പറഞ്ഞ് ഇടുമ്പോൾ നമ്മുടെ മനസ്സിലെ അഹങ്കാരത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ അഹങ്കാരം എവിടെയാണ് ഉണ്ടാകുന്നത്? മനസ്സിലാണ്. അപ്പം മനസ്സ് എന്ത് വസ്തുക്കളുമൊക്കെ ആയിട്ട് ഒട്ടി നിൽക്കുന്നു അതിൻ്റെ പ്രതീകമായിട്ടുള്ള കുറേ വസ്തുക്കളെ നമ്മൾ അതിലേക്ക് ഇടുന്നു. അപ്പോൾ പട്ടുസാരി എന്തിനാണ് ഇടുന്നത്? പട്ടുസാരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വില കൂടിയത്. പക്ഷെ പട്ടുസാരി ഇടുമ്പോൾ അതിനോടുള്ള നമ്മുടെ ഒട്ടൽ പോകും അല്ലേ? ഒരു സ്ത്രീക്ക് ഒരു പട്ടുസാരിയൊക്കെ തീയിലോട്ടിടണമെങ്കിൽ ചെറുതായിട്ടുള്ള കരുത്തൊന്നും അല്ല വേണ്ടത് അല്ലേ? അപ്പോൾ അതിടുമ്പോഴെന്താണ് നമുക്കതിനോടുള്ള ഒരു ഒട്ടൽ, ആ കുറച്ചു നേരത്തേക്കാണെങ്കിൽ നമുക്കൊരു ശ്മശാന വൈരാഗ്യം വരുമല്ലേ? ഇത് ഞാൻ എനിക്ക് വേണ്ട ദേവിക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ഭാവം. പക്ഷേ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇതും ഈശ്വര ആരാധനയുടെ ഒരു രൂപം. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ വസ്തുക്കളെ സമർപ്പിക്കുന്നു. ഇവ സമർപ്പിക്കുമ്പോഴെന്താണ്? ഈ വസ്തുക്കൾ, പ്രത്യേകിച്ച് നെയ്യ്, തേങ്ങ ഇതുപോലുള്ള വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക അന്തരീക്ഷത്തിനെ വളരെയധികം പരിശുദ്ധമാക്കുന്നതാണ്. വേണമെങ്കിൽ ആൻറ്റിസെപ്റ്റിക്കാന്നൊക്കെ നമുക്ക് പറയാം.
അന്തരീക്ഷത്തിനെ വളരെയധികം പരിശുദ്ധമാക്കുന്നു. ആ അന്തരീക്ഷത്തിനെ ആ ഒരു മലിനതയിൽ നിന്ന് വിമുക്തമാക്കുന്നു. നമ്മൾ പറയില്ലേ, നല്ല പുണ്യകർമ്മങ്ങൾ, യാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ മഴ പെയ്യുന്നു എന്ന്. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്താൽ എന്താ സംഭവിക്കുക? അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും ആ വെള്ളത്തിലൂടെ കടന്ന് അത് ഇല്ലാതെയാക്കും, താഴേക്ക് എത്തിക്കും. അതാ ഒരു ശുഭ സൂചനയാണ്. ആ യാഗം ചെയ്തതോടുകൂടി എല്ലാ മലിന വസ്തുക്കളും നീക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ യാഗവസ്തുക്കളെല്ലാം സമർപ്പിക്കുമ്പോൾ യാഗത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു? ഇപ്പോൾ ഒരാൾ രാവിലെ ഒരു ചെറിയ ഹോമമാണ്, ഗണപതി ഹോമം ചെയ്യാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ആ ഗണപതി ഹോമം കൂടുമ്പോൾ ശരീരം എല്ലാം വേർക്കും അല്ലേ? അപ്പോൾ ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം പോകും, നല്ല കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക്. അപ്പോൾ ഏതൊരു രീതിയിലും പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ആചരണ പദ്ധതികൾ മാത്രമേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഏത് ആഹാര വസ്തുക്കൾ എടുത്താലും അതിൽ മാലിന്യമുണ്ട് അല്ലേ? ഇന്ന് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ആഹാര വസ്തു, വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിലും എന്തെങ്കിലും മാലിന്യമാണ്. ഇനി അത് വളർന്നു വരുമ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിലോ, നമ്മളത് വളർന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തെല്ലാം മരുന്നൊക്കെ അടിച്ചിട്ടേ നമ്മുടെ കയ്യിലെത്തുകയുള്ളൂ. പക്ഷേ പണ്ട് ആചാര്യന്മാർ ഈ യാഗവും യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ വീടുകളിലും ഹോമകുണ്ഡം ഉണ്ടായിരുന്നു അല്ലേ? അഗ്നിഹോത്രികൾ എല്ലായ്പ്പോഴും ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു. ഈ പുക സ്ഥിരമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഈ പുകയിലാണ് എന്തുണ്ടാകുന്നത്? മേഘമുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും പരിശുദ്ധമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പുകയിൽ നിന്നും വളരെ നല്ല മേഘങ്ങളുണ്ടാകുന്നു. ആ മേഘങ്ങളിൽ നിന്നും പരിശുദ്ധമായിട്ടുള്ള ജലം ഭൂമിയിൽ പതിക്കുന്നു. ആ ഭൂമിയിൽ പതിക്കുന്നു, അവിടെ നല്ല സസ്യങ്ങളുണ്ടാകുന്നു, നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇന്നെന്താണ്? ഈ ഒരു വളരെ പവിത്രത ഇല്ല, കാരണം യാഗങ്ങളും യജ്ഞങ്ങളും ഇല്ല. പിന്നെ അതൊക്കെ നടത്തിയെടുക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഈ യാഗത്തിനും യജ്ഞത്തിനുമൊക്കെ പ്രകൃതിയുമായിട്ടും ഒരു വ്യക്തിയുമായിട്ടും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉന്നതിക്കായിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട്, ധാരാളം ഘടകങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ഇത് എന്തുകൊണ്ട് നടത്തപ്പെടുന്നു? അല്ലാതെ ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് ശാസ്ത്രീയമായിട്ടും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണ്, നമ്മുടെ ഉന്നതിക്കുള്ളതാണ്. ഈ അന്തരീക്ഷവും നിങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലവുമെല്ലാം പരിശുദ്ധമാകാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇതിനെല്ലാം ച്യുതി വന്നിട്ടുണ്ട്. മിക്ക കാലഘട്ടങ്ങളിൽ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇന്നിപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. സ്വാമിജി അതിൽ പറയുകയാണ്, ഈ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം മനുഷ്യൻ മുഴുവൻ വരുത്തി തീർക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല. കാരണം എത്രയോ യുഗങ്ങൾക്ക് മുമ്പും ചില വൻകരകളൊക്കെ വേർപെട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുണ്ട്. പ്രകൃതി അതിൻ്റേതായ ചില മാറ്റം ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ കൈകൊണ്ടാണെന്ന് നമുക്കങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോമം ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ, ഇവിടെ വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പുകയും, അല്ലെങ്കിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, സാധാരണ ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വേഗം എഴുന്നേറ്റ് മാറിപ്പോവും. ഒരു പരിധി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്കിരിക്കാം. പക്ഷേ ചില കാലങ്ങളിൽ ച്യുതി വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ദശരഥ മഹാരാജാവ് യാഗം ചെയ്യുമ്പോൾ ഈ അഗ്നികുണ്ഡത്തിൽ, ഹോമകുണ്ഡത്തിൽ മൃഗങ്ങളെ കൊന്ന് ഹോമിച്ചിരുന്നു എന്ന്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൃഗങ്ങളെ ഹോമിക്കുക, പശുവിനെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ ഹോമിക്കുക എന്നാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഹോമിക്കുക. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മുടെ മനസ്സിലെ ദുഷ്പ്രവണതകളെ ഇല്ലാതാക്കുക എന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് പല കാലഘട്ടങ്ങളിലും എന്തു ചെയ്തു? അതിനു പകരം മൃഗങ്ങളെ ഹോമിക്കാൻ തുടങ്ങി. ഇത് പല കാലഘട്ടങ്ങളിലും നിലനിന്നിരുന്നു. അതുകൊണ്ടാണല്ലോ ശ്രീരാമചന്ദ്രസ്വാമി അവതാരമെടുത്തത്, ധർമ്മം പുനഃസ്ഥാപിക്കാനായി. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ, ശ്രീരാമചന്ദ്രസ്വാമി കഴിഞ്ഞ് കുശനാണ് രാജ്യം ഭരിച്ചത്. പിന്നീട് 44 തലമുറ രാജ്യം ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് വംശനാശം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ശ്രീരാമൻ്റെ പേരിൽ അയോധ്യ
അയോധ്യയാണല്ലോ ഭരിച്ചത്. അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു പണ്ട് കാലം തൊട്ടേ. 44 തലമുറ കഴിഞ്ഞപ്പോൾ വംശനാശം സംഭവിച്ചു. ആ സമയത്ത് അഹിംസ വളരെ കൂടുതലായതുകൊണ്ട് ഈ മൃഗങ്ങളെ കൊല്ലുന്നതും കാപാലികന്മാരുടെ ആ ഒരു വളരെ ദുഷ്ടകർമ്മങ്ങളുമൊക്കെ കൂടുതലായപ്പോഴാണ് ശ്രീബുദ്ധൻ അഹിംസാവാദവുമായിട്ട് വന്നത്. അതേ സമയം തന്നെയാണ് വർദ്ധമാന മഹാവീരൻ്റെ ജനനവും. പക്ഷേ ചിദാനന്ദപുരി സ്വാമിജി പറയുന്നു, അവിടെ ഉണ്ടായ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ പ്രവൃത്തികളെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞില്ല. ആ ഒരു ഭാഗത്ത് അദ്ദേഹം എന്ത് ചെയ്തു? മൗനം പാലിച്ചു. നമ്മളുടെ അടിസ്ഥാനം എന്താണ്? വേദമാണ്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രവർത്തിക്കുന്നത്, തൻ്റെ ആശയങ്ങൾ അതിലാണെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞില്ല. അതോടുകൂടി എന്തായി? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിരീശ്വരവാദികളായി, നാസ്തികമത വക്താക്കളായി. അവർ വിഗ്രഹാരാധനയെ എതിർക്കാൻ തുടങ്ങി. അതോടുകൂടി ഒരു പരിധിവരെ നമ്മുടെ ക്ഷേത്രങ്ങൾ അവഗണിക്കപ്പെട്ടു. അന്നുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ അവഗണിക്കപ്പെട്ടു. അതോടൊപ്പം ചില ക്ഷേത്രങ്ങൾ കാപാലികരാൽ നശിപ്പിക്കപ്പെട്ടു. ഇത് ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഇങ്ങനെ അധർമ്മം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തവിടെ സംഭവിക്കണം? അവതാരം അവതരിക്കണം, അല്ലേ? ഈ അധർമ്മം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ, നമുക്ക് ശങ്കരാചാര്യ ചരിതം എടുത്താൽ ശങ്കരാചാര്യെ പോലും വധിക്കാൻ വേണ്ടി കാപാലികർ വന്ന കഥയറിയാം. അപ്പോൾ ആ സമയത്ത് ഈ കാപാലികരൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇത്രമാത്രം അധർമ്മം വ്യാപിച്ചിരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി, ബ്രഹ്മദേവൻ ഉൾപ്പെടെ, നേരെ കൈലാസത്തിലെത്തി മഹാദേവനോട് പറഞ്ഞു, ഭഗവാനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം, ഇത്രമാത്രം അധർമ്മം വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഓൾറെഡി 2 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആരൊക്കെയാണ്? മഹാവിഷ്ണുവും സംഘർഷണൻ അല്ലെങ്കിൽ ആദിശേഷനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെങ്ങനെയാണ്? സംഘർഷണ മൂർത്തിയും പതഞ്ജലിയും എന്നുള്ള പേരിൽ, പതഞ്ജലി നമുക്കറിയാം ആദിശേഷൻ്റെ അവതാരമാണ്. ഈ ഒരു പേരിൽ അവരവിടെ ചെന്ന് മധ്യമകാണ്ഡത്തെ, വേദത്തെ ഉദ്ധരിക്കണം, അല്ലേ? ഇത് വേദം മുഴുവൻ നശിച്ചുപോയി. വേദത്തിലെ ആശയങ്ങളെല്ലാം ഇല്ലാതെ, വേദമില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ ആ വേദത്തിനെ ഉദ്ധരിക്കാനായി മധ്യമകാണ്ഡത്തെ, യോഗമാർഗവും ഉപാസനാമാർഗവും അടങ്ങുന്ന മധ്യകാണ്ഡത്തിനെ ഉദ്ധരിക്കാനായിട്ട് അവർ ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ജ്ഞാനകാണ്ഡത്തെ ഉദ്ധരിക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവതാരമെടുക്കും, എൻ്റെ അംശം വരും. എന്നിട്ടോ മഹാവിഷ്ണുവിൻ്റെ 4 കൈകൾ പോലെ എനിക്ക് 4 ശിഷ്യന്മാരുണ്ടാകും. ഞാൻ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിക്കും, ആ ജ്ഞാനകാണ്ഡത്തെ പുനഃസ്ഥാപിക്കും. തൊട്ടടുത്ത് സ്കന്ദൻ നിൽപ്പുണ്ടായിരുന്നു, മുരുക ഭഗവാൻ. മുരുക ഭഗവാനോട് പറഞ്ഞു, നീ കർമ്മകാണ്ഡത്തെ ഉദ്ധരിക്കണം. എല്ലാവർക്കും ഡ്യൂട്ടി കൊടുത്തു. കാരണം വേദത്തിൻ്റെ പല ഭാഗങ്ങളാണ്. ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുത്തു, ഇന്നതൊക്കെ ചെയ്യണം. കർമ്മകാണ്ഡത്തെ ഉദ്ധരിക്കണം. മാത്രമല്ല കുറേ നിർദ്ദേശങ്ങളും കൂടെ കൊടുത്തു. എന്താണ്? നീ കുമാരില ഭട്ടനായിട്ട് അവതരിച്ചിട്ട് വേണം ഈ കർമ്മകാണ്ഡത്തെ ഉദ്ധരിക്കാൻ. നിന്നെ സഹായിക്കാനായിട്ട് ബ്രഹ്മദേവൻ മണ്ഡനമിശ്രൻ്റെ രൂപത്തിൽ വരും. ഇന്ദ്രദേവൻ സുധന്വാവ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ രൂപത്തിൽ വരും. എന്നിട്ട് എന്തു ചെയ്യണം? ഈ വേദങ്ങളെല്ലാം അടിച്ചമർത്തി ആ ഒരു കാപാലിക ഭരണം നടക്കുന്ന ഒരു കാലഘട്ടം, അല്ലേ? ബുദ്ധരാണെങ്കിലും ശ്രീബുദ്ധനും ബുദ്ധമതവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവൃത്തികളാണെന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാം മാറ്റി നമ്മുടെ വൈദിക സംസ്കാരം പുനഃസ്ഥാപിക്കണം എന്ന് സ്കന്ദനും ഒരു ആജ്ഞ കൊടുത്തു. അതോടുകൂടി നീ സുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്ന കുമാരിലഭട്ടനെയും അറിയിച്ചു. അങ്ങനെ ആദ്യം അവതരിക്കുന്നത്, ശ്രീശങ്കരൻ അവതരിക്കുന്നതിന് മുമ്പ് വന്നത് കുമാരിലഭട്ടനാണ്. കുമാരിലഭട്ടൻ എന്തു ചെയ്തു? ഇതെല്ലാം വിദ്യാരണ്യ സ്വാമികളുടെ ശങ്കര ദിഗ്വിജയത്തിലുണ്ട്. അവരുടെ ദർശനത്തിൽ അവർ കണ്ടതാണ്. വിദ്യാരണ്യ സ്വാമികളുടെ ശങ്കര ദിഗ്വിജയമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്. അതിൽ ഈ ചരിതം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുമാരിലഭട്ടൻ ജന്മമെടുത്ത് ഈ ജ്ഞാനം എല്ലായിടവും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുധന്വാവ് എന്ന് പറയുന്ന രാജാവ് ഇത് കേട്ടു. അപ്പം അദ്ദേഹത്തിനൊരാഗ്രഹം, ഒന്ന് കണ്ടാലോ ഇദ്ദേഹത്തിനെ എന്ന്. എന്താണെങ്കിലും 2 പേരും തമ്മിൽ കണ്ടുമുട്ടി വളരെ വലിയ വാഗ്വാദം തുടങ്ങി. ഏതാണ് ഈ ചർച്ച? ഇതിലേതാണ് ശരിയെന്ന്. അപ്പോൾ ആദ്യം തന്നെ കുമാരിലഭട്ടൻ പറഞ്ഞു,
അങ്ങ് വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. വൈദിക സംസ്കാരത്തെ മറന്ന് അങ്ങ് ഇങ്ങനെ പോകുന്നത് അങ്ങയുടെ ഏറ്റവും വലിയ അപജയമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. എന്താണെങ്കിലും ധാരാളം ആചാര്യന്മാരുമായിട്ടുള്ള വാഗ്വാദങ്ങളുണ്ടായി. വാഗ്വാദം എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ വാക്ക് തർക്കങ്ങളല്ല, മനസ്സിലായില്ലേ, ചർച്ചകളുണ്ടായി. ഒന്നിലും കുമാരില ഭട്ടനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അവസാനം കുമാരില ഭട്ടൻ്റെ വാദങ്ങളെ അംഗീകരിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം രാജാവ് ഒരടവ് പ്രയോഗിച്ചു. രാജാവ് പറഞ്ഞു, ഈ മലമുകളിൽ നിന്നും അങ്ങ് താഴേക്ക് ചാടിയാൽ അങ്ങയ്ക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അങ്ങയുടെ മതം ഞാൻ സ്വീകരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മതം അങ്ങ് സ്വീകരിച്ചോണം. അപ്പോൾ അദ്ദേഹം കുമാരലഭട്ടൻ എന്ത് ചെയ്തു? വേദം പ്രമാണമാണ് എന്ന് പറഞ്ഞെടുത്ത് ഒറ്റച്ചാട്ടം കൊടുത്തു. ഒന്നും സംഭവിച്ചില്ല. അതോടുകൂടി സുധന്വാവ് രാജാവ് വൈദിക മതത്തെ സ്വീകരിച്ചു. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രജകളും പോവും. അതോടുകൂടി നമ്മളുടെ രാജ്യത്ത് വൈദിക മതം പതുക്കെ, ഈ ചെടികളൊക്കെ തളുത്ത് വരില്ലേ, ചെറിയ പച്ചിലയൊക്കെ ആയിട്ടിങ്ങനെ തളുത്ത് വരും. അങ്ങനെ തളുത്ത് വന്ന് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു വെച്ചു, നല്ല ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തു വെച്ചു. അവിടെ ശ്രീ ശങ്കരൻ്റെ അവതാരം, മഹാദേവൻ്റെ അംശമായിട്ടുള്ള ശങ്കരൻ്റെ അവതാരം. പിന്നെയുള്ള തേരോട്ടം നമുക്കറിയാമല്ലോ അല്ലേ? ഭാരതം മുഴുവൻ 3 വട്ടം സഞ്ചരിച്ച് ബുദ്ധന്മാർ നശിപ്പിച്ചതും അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടതുമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ച് ബദരിയിൽ അളകനന്ദയിൽ കിടന്ന വിഗ്രഹത്തെ എടുത്ത് പുനഃസ്ഥാപിച്ച് ഭാരതത്തിൽ പ്രധാനപ്പെട്ട ചതുർധാമങ്ങളെ ഉണ്ടാക്കി എല്ലായിടത്തും പ്രത്യേകമായിട്ടുള്ള പൂജാക്രമങ്ങൾ വരെ ഉണ്ടാക്കി നമ്മുടെ വൈദിക മതത്തെയും ഈ ഹോമം യജ്ഞം പോലുള്ളവയെല്ലാം പുനഃസ്ഥാപിച്ചു. അപ്പം നമ്മൾ കേരളീയരെത്ര അഭിമാനിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഗുജറാത്തിലൊരു 10 ദിവസത്തെ യാത്രയ്ക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം അത് മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആദ്യം പോയത് ഭൽക്ക തീർത്ഥം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ്. ഈ ഭൽക്ക തീർത്ഥത്തിൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണന് ജരയുടെ അമ്പേൽക്കുന്നത്. അതൊരു മഹാദേവൻ്റെ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ആലിൻ ചുവട്ടിൽ ഭഗവാൻ പോയി ഒരു കാലൊക്കെ ഇങ്ങനെ മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചിരുന്നപ്പോൾ ജര എന്ന് പറയുന്ന വേടൻ എന്തു തോന്നി? ആ നല്ല റോസാപ്പൂ പോലെയുള്ള പാദം കണ്ടപ്പോൾ മാനിൻ്റെ കണ്ണാണെന്ന് തോന്നി. അങ്ങനെയാണ് അമ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഈ ജര ആരായിരുന്നു? ബാലിയായിരുന്നു. അന്ന് നിന്നെ ഞാൻ അമ്പ് ചെയ്തില്ല, അതുകൊണ്ട് നിനക്ക് പകരം ഞാൻ അവസരം തരാമെന്ന് അന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ജരയ്ക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. ഏതാണ്? നമ്മളെ കൊല്ലാൻ വന്നവന് പോലും, അല്ലെങ്കിൽ ഭഗവാൻ ഇതോടുകൂടിയാണ് സ്വധാമത്തിലേക്ക് പോകുന്നത്, അദ്ദേഹത്തിന് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൽക്ക തീർത്ഥത്തിൽ ചെന്നാൽ നമുക്കിതുപോലൊരു ഗർഭഗൃഹം കാണാം. അവിടെ ഈ ഭഗവാൻ ഇങ്ങനെ ഒരു കാല് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രതിഷ്ഠയുണ്ട്. ഒരു വശത്തായിട്ട് ജര വേടനെ നമുക്ക് കാണാം. ഇപ്പുറത്ത് ആ ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെ ആൽവൃക്ഷം കാണും. ആ ആൽവൃക്ഷം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്, പുതിയ നാമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നും ഈ ആലൊക്കെ നിൽക്കുമോ? ആലിൻ്റെ ആയുസ് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് 2500 വർഷമാണ്. എത്ര കാലം വേണമെങ്കിലും നിൽക്കും ആല്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ആല് ക്ഷേത്രങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശുദ്ധവായു, നമ്മൾ പ്രാണൻ ശ്വസിച്ച് കിടക്കും നല്ല വായു, കൂടുതൽ ആളുകൾ കൂടുന്നിടത്ത് ആല് വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഗൃഹത്തിൽ നമ്മൾ വെക്കാറില്ല, കാരണം ഇതിൻ്റെ വേര് വന്നാൽ വീടിൻ്റെ അടിത്തറ ഇളകും. അതുകൊണ്ട് തുളസി വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു. പൊതുവഴിയിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ ആല് വയ്ക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ തൊഴുതിട്ട് ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ വന്നു. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാലിൽ അമ്പേറ്റപ്പോൾ ചോര വരില്ലേ, ഭഗവാൻ എന്ത് ചെയ്തു? പിന്നെ എന്താ ചെയ്യുക? തൊട്ടടുത്തുള്ള കുളത്തിൽ വന്ന് കഴുകും. അപ്പോൾ ത്രിവേണി സംഗമത്തിൽ വന്ന് ഭഗവാൻ തൻ്റെ കാല് കഴുകി. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലാം. ആ ത്രിവേണി സംഗമത്തിൽ പോയി. അപ്പോൾ അവിടെ മീനിനും പ്രാവുകൾക്കുമൊക്കെ ഭക്ഷണമൊക്കെ കിട്ടും 20 രൂപ കൊടുത്താൽ. അപ്പോൾ നമ്മൾ ആ ത്രിവേണി സംഗമത്തിൽ പോയി. പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ആശ്രമങ്ങളുണ്ട്. ശൃംഗേരി, കാഞ്ചി, ശങ്കരാചാര്യരുടെ ആശ്രമമൊക്കെ ഉണ്ട്. ശങ്കരാചാര്യർ അവിടെ വന്നിരുന്നത്, പഞ്ചപാണ്ഡവർ അവിടെ നിർമ്മിച്ച ഗുഹ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ശങ്കരാചാര്യരുടെയും ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ 12 ജ്യോതിർലിംഗങ്ങളുടെ എല്ലാം പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ശങ്കരാചാര്യരെ തൊഴുതപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തിൽ നിന്നാണ് വരുന്നത്, കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ കാണണം. അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്?
ഈ ശങ്കരാചാര്യ ഉപാസകർക്ക് ഈ കേരളത്തിലൊന്ന് വരിക. ഞാൻ മറ്റൊരു ചരിത്രം കേട്ടത്, മഹാതപസ്വിയായിട്ടുള്ള ഒരു സന്യാസി, ഒരു ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശങ്കരാചാര്യർ ജനിച്ച ഭൂമിയിൽ വരണം എന്നാണ്. അപ്പം അദ്ദേഹത്തിന് തീരെ ആരോഗ്യമില്ല, വയസ്സായി. അദ്ദേഹം എന്ത് ചെയ്തു, തമിഴ്നാട് വഴിയാണ് വന്നത്, നേരെ കോയമ്പത്തൂർ വന്നിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് കാല് വെച്ചു, തൊട്ട് തലയിൽ വെച്ചു, ഒരു പിടി മണ്ണെടുത്തു, തിരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ചിലപ്പോൾ ശങ്കരൻ ആരാന്ന് പോലും അറിയില്ല. ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ വെച്ചിരിക്കുന്ന പ്രതിമ കണ്ട ആരാണെന്ന് തോന്നിപ്പോവും അല്ലേ? കാലടി യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രതിമ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഓംകാരേശ്വരത്തിൽ ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഈ ഓംകാരേശ്വരം എന്ന് പറയുന്നത് ഭഗവാന്റെ ശങ്കരാചാര്യരുടെ വിദ്യാഭ്യാസം നടന്ന സ്ഥലമാണ്. ജന്മസ്ഥലം ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കി, മധ്യപ്രദേശിലാണ് പോയി പഠിച്ചിരിക്കുന്നത്, കേരളത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ 108 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് എനിക്കും ക്ഷണം കിട്ടിയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ആരോടെന്തോ, എല്ലാ ഭാരതം മുഴുവനുള്ള സന്യാസി വര്യന്മാരാണ്, മുഴുവൻ എവിടെ നോക്കിയാലും കാവ്യമയമാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ കേരളത്തിൽ നിന്നാണ് കാണുമ്പോഴേ ഇവരുടെ എല്ലാം ഭാവം അങ്ങ് മാറുകയാണ്. മധ്യപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യവും കലകളും എല്ലാം കേരളത്തിൻ്റെ ആയിരുന്നു. നമുക്ക് ഇത്രയും കാലം ഇല്ലാത്ത അഭിമാനം തോന്നുന്ന ചില മുഹൂർത്തം. ചിലരാണെങ്കിൽ നമ്മുടെ കാലിൽ വീഴുകയാണ്, ശങ്കരാചാര്യരുടെ പുണ്യഭൂമിയിൽ നിന്നല്ലേ വരുന്നതെന്ന് പറഞ്ഞ് നമ്മളെ നമസ്കരിക്കുകയാണ്. പക്ഷേ നമ്മളിത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നറിയില്ല. അപ്പോൾ ഈ വേദത്തിനെയും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞങ്ങളും യാഗങ്ങളും, നമുക്കറിയാം വേദത്തിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ആ 4ആയിട്ട് എങ്ങനെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദത്തിന് മുമ്പുള്ള വാക്ക് കേട്ടാൽ അറിയാം, ഹൃക്ക് എന്ന് പറഞ്ഞാൽ സൂക്തങ്ങൾ, മന്ത്രങ്ങൾ, അത് ഭഗവാനെ സ്തുതിക്കുന്നവയാണ്. യജുർവേദം എന്ന് പറഞ്ഞാലോ യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൂക്തങ്ങൾ. അത് ഏതിലുള്ളവയാണ്? വേദത്തിലുള്ളതാണ്. അഭിഷേകങ്ങൾക്ക്, അതുപോലെ ഇപ്പോൾ രുദ്രാഭിഷേകമൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൂക്തങ്ങളാണ്. അപ്പോൾ വേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ്? യജ്ഞങ്ങളും യാഗങ്ങളും എല്ലാമാണ്. ഇത് നമ്മുടെ ഉന്നതിക്ക് വേണ്ടി തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ അവതാരം വരും. പക്ഷേ പൂർവ്വജന്മ സുഹൃതമുള്ളവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റൂ. എത്രയോ വേദികളിൽ ഞാൻ പറഞ്ഞ് ആൾക്കാർ കേട്ട് മടുത്തതായിരിക്കാം. എങ്കിലും ഒരാളാണെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ അയാൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ടും ഞാൻ പറയാം. ഇന്നിവിടെ ഇത് വളരെയധികം നിറഞ്ഞ ഒരു വേദിയാണ്. എല്ലായ്പ്പോഴും ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വരുമ്പോഴേ പറയും, ടീച്ചറെ ആൾ തീരെ കുറവാകട്ടോ, ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെ അപ്പുറത്തൊരു മരണം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്, ടീച്ചർ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ കാഞ്ചി മഹാപെരിവ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ ഒരു ഭക്തനോട് പറഞ്ഞ മറുപടിയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ഭക്തന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പോൾ പെരിയവ പറഞ്ഞു, ശങ്കരാചാര്യരല്ലേ, പെരിയവ പറഞ്ഞു, നീ ഇന്ന കോവിലിൽ പോയി ഭാഗവത പാരായണം പണ്ണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ പോയി ഭാഗവത പാരായണമൊക്കെ നടത്തി എല്ലാം സമർപ്പിച്ച് പെരിയവാളുടെ അടുക്കൽ വന്ന് നമസ്കരിച്ചു. അപ്പോൾ പെരിയവ വിശേഷമൊക്കെ ചോദിച്ചു, എപ്പിടി ഇരുന്നത്, എപ്പിടി ഇരിക്ക് എന്നെല്ലാം ചോദിച്ചു. എല്ലാം നന്നാ മുടിഞ്ചത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവസാനം ആളുകൾ തീരെ കുറവായിരുന്നു കേൾക്കാനേ, ഭാഗവതം കേൾക്കാൻ ആൾ മാത്രം കുറവായിരുന്നു. അപ്പോൾ പെരിയവ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യോഗം, 18 അധ്യായങ്ങളിലുള്ള യോഗം ഭഗവാൻ ഉപദേശിച്ചപ്പോൾ കേൾക്കാൻ ഒരാളെ ഉണ്ടായിരുന്നു. ആ ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയെക്കാളും എത്ര ഭേദമാണ് നിൻ്റെ. അപ്പോൾ ഏത് വേദിയിൽ പോകുമ്പോഴും എൻ്റെ മനസ്സിലിതാണ്, ഒരാളാണെങ്കിലും മതി ഭഗവത് കഥകൾ നമുക്ക് പറയാം. പിന്നെ ഞാൻ പറയും, എനിക്ക് അത്യാവശ്യം സ്വാർത്ഥതയൊക്കെ ഉണ്ട്. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ കഥകൾ പാടിക്കൊണ്ട് നടക്കുന്നവനും എൻ്റെ കഥകൾ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നവനുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ.
ഭഗവാന്റെ ഗുഡ് ബുക്കിലൊന്നും കയറേണ്ടത് വലിയ അത്യാവശ്യമല്ലേ. അപ്പോൾ ആ ഒരു സ്വാർത്ഥ ബുദ്ധിയുമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ ആളുകൾ കുറവായിരിക്കും. ഇവിടെ ഇപ്പം നിറഞ്ഞ സദസ്സാണ്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥലത്ത് ഇത്രയും ആളുകളുള്ളോ? ഇനി എത്ര പേര് വരാനുണ്ടല്ലേ? നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് വരാനുണ്ട് അല്ലേ? നിങ്ങളൊക്കെ എന്തിനാ വന്നേ? സീരിയൽ കാണാം അല്ലേ, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാം, കൂട്ടുകാരെ ഫോൺ വിളിക്കാം, എന്തൊക്കെ കിടന്നുറങ്ങാം, നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം, പുറത്ത് ഔട്ടിങ്ങിന് പോകാം, ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം, ആരോടെങ്കിലും വഴക്കുണ്ടാക്കാം, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് ഓടി വന്നേ അല്ലേ? പൂർവ്വജന്മ സുഹൃതം ഉണ്ടെങ്കിലേ ഭഗവത് കഥകൾ കേൾക്കാൻ തോന്നും. അതിന് പ്രത്യേക ക്വാളിറ്റി വേണം, ഗുണം വേണം. ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഇവിടെ ഒരു വലിയ സിനിമാറ്റിക് ഡാൻസോ ഒരു ഫുട്ബോൾ മാച്ചോ ഒക്കെ നടത്തുകയാണെങ്കിൽ വളരെയധികം ആളുകളായിരിക്കും. വേൾഡ് കപ്പ് ഫുട്ബോളിനൊക്കെ എന്താ ആള് അല്ലേ? നമ്മൾ ഈ ജന്മം വിചാരിച്ചാൽ നടക്കും ഒരു സത്രത്തിനോ ഒരു ഹോമത്തിനോ ഈ ആളെ കൊണ്ടുവരാൻ. അതും ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ലേ നടക്കുന്നത്, ലോകം മുഴുവനുള്ള ആളുകൾ എത്തുന്നു. പക്ഷേ അതിനെന്താണ് ഭഗവാൻ പറയുന്നു? അതിനധികം യോഗ്യത വേണ്ട. യോഗ്യത, ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലെ സുഹൃതം വേണം, ഗുണം വേണം. ഗുണം കൂടുമ്പം എണ്ണം കുറയും. പ്രധാനമന്ത്രി എത്രയുണ്ട്? പ്രസിഡൻ്റ് എത്രയുണ്ട് അല്ലേ? വളരെ കുറവല്ലേ ഉള്ളൂ. ഗുണം തോറും എണ്ണം കുറയും. അപ്പോൾ പൂർവ്വജന്മ സുഹൃതമുള്ളവർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ കാല് വയ്ക്കാൻ പറ്റൂ, ഭഗവത് കഥകൾ കേൾക്കാൻ പറ്റൂ. പിന്നെ നമ്മളെ കളിയാക്കുന്നവരില്ലേ ഒത്തിരി പേര്. എന്താണ്? അമ്പലം വിഴുങ്ങി, അമ്പലം നിരങ്ങി, എപ്പം നോക്കിയാലും അമ്പലത്തിലാണ്. വേറെ ഒരു ചേച്ചിമാരൊക്കെ ചിരിക്കുന്നുണ്ട് അല്ലേ? ഞാനുമൊക്കെ ഇത് കുഞ്ഞിലേ കേട്ട് വളർന്നതാണ്. സന്യാസിനിയാകാനാണോ ഉദ്ദേശം? അതായത് നമ്മൾ കുട്ടിക്കാലത്ത് ഭഗവത്ഗീതയോ രാമായണമോ എടുത്ത് വായിച്ചാൽ അവളുടെ കാര്യം കഷ്ടമായിപ്പോയി, നല്ലൊരു കൊച്ച്, നല്ല കുടുംബത്തിൽ, പക്ഷെ സന്യാസിനിയാകാനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പത്തിൽ ഇതൊക്കെ വായിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ കുടുംബജീവിതമൊക്കെ നയിക്കാനും സമൂഹത്തിൽ ഇടപഴകാനും പ്രശ്നങ്ങളെ നേരിടാനും പലപ്പോഴും സാധിക്കുക. പക്ഷെ അതൊന്നും പലരും മനസ്സിലാക്കുന്നില്ല. നല്ലൊരു കുടുംബിനിയായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് റിട്ടയർമെൻറ്റിന് ശേഷം പഠിച്ചാൽ എന്ത് ചെയ്യും? പക്ഷെ എല്ലാവരും രാമായണവും മഹാഭാരതവും റിട്ടയർമെൻറ്റിന് ശേഷം ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ നമ്മൾ ഈ കളിയാക്കുന്നവരും നമ്മളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നവരും എല്ലാം ചിലപ്പോൾ 2 or 3 ജന്മം കഴിയുമ്പം ഇതുപോലെ ചണ്ഡികാ ഹോമത്തിന് വന്നിരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ റൂട്ടിലൂടെ അല്ലാതെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കരുത്, വെച്ച് പിടിച്ച് പൊക്കോണം. ഈ റിലേ ഓട്ടമത്സരം പോലെയാണ്. ഞാൻ എപ്പോഴും പറയും, റിലേ ഓട്ടമത്സരത്തിൽ 4 പേരുണ്ട്, ഒരു ബാറ്റണും ഉണ്ട് അല്ലേ? ഈ ബാറ്റൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭക്തിയാണ്. അപ്പോൾ വെട്ടി പൊട്ടുമ്പം ഒരാൾ ഓടും, അതാണ് നമ്മുടെ ഒന്നാമത്തെ ജീവിതം. കുറേ കഴിയുമ്പോൾ ഈ ബാറ്റൺ കൈമാറും, വേറൊരാളാവും, നമ്മുടെ അടുത്ത ജന്മം. എങ്ങനെയാണെങ്കിലും ഫിനിഷിംഗ് പോയിന്റിലെത്തണം. പക്ഷേ ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കാം? ഇടയ്ക്ക് നമ്മൾ ട്രാക്ക് മാറി ഓടാം, ബാറ്റൺ കയ്യിൽ നിന്ന് പോകാം, ഭക്തി അല്ലേ? അത് ഭഗവത് കാരുണ്യം കൂടി ഉണ്ടെങ്കിലേ ശരിയായ രീതിയിൽ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ പറ്റും. പക്ഷേ ഈ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ വേണ്ടിയിട്ട് ആരെയെങ്കിലും കൂട്ടുപിടിച്ചാൽ നമ്മൾ സ്ലോ ആയി പോവും. സത്യമാണോ? അതുകൊണ്ട് കാരണം എന്താണ്? അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്പീഡും അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രാരബ്ധവും അങ്ങനെയാണ്. അവരെ കൂട്ടുപിടിച്ചാൽ നമുക്കെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, ഈശ്വരിലേക്ക് എത്താൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും എല്ലാവരും ഈ വഴിക്ക് വരാൻ വേണ്ടി നോക്കി നിന്നാൽ നമ്മളുടെ കാര്യം നടക്കില്ല. വീട്ടിൽ കോലാഹലം ഉണ്ടാക്കണം എന്നല്ല, പക്ഷെ പ്രഹ്ലാദൻ കാണിച്ചു തരുന്ന എന്താണ്? ഈശ്വരൻ്റെ ആരാധനയ്ക്ക് പിതാവ് എതിരാണെങ്കിൽ അതനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അത് അധർമ്മമാണ്. എന്ന് വെച്ചാൽ നാളെ തൊട്ട് വീട്ടിൽ വലിയ വഴക്കുണ്ടാക്കണം എന്നൊന്നുമല്ല. പക്ഷേ ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ ആരും അറിയാതെ നമുക്ക് ആരാധിക്കത്തില്ലേ? ഫോട്ടോ വേണോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആളുകൾ, കുടുംബത്തിലുള്ളവർ എതിർക്കുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ആരാധന കൂടും. നമുക്കാണെങ്കിൽ പ്രത്യേകം ക്ഷേത്രം വേണം, വീട്ടിൽ വിഗ്രഹം വേണം, പൂജാമുറി വേണം. ഇതൊക്കെ വെക്കുന്നതിന് വീട്ടിലുള്ളവർക്ക് എതിരാണെങ്കിൽ അയാൾ എന്തു ചെയ്യും? തൻ്റെ ഉള്ളിൽ ഭഗവാനെ കാണാൻ തുടങ്ങും. ഞാൻ ഉള്ളിൽ മനസ്സിൽ ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ആർക്കെങ്കിലും എന്നെ പിടിക്കാൻ പറ്റുമോ? അല്ലേ? നമുക്കത് ഒളിപ്പിച്ച് വയ്ക്കാൻ സാധിക്കും, പക്ഷേ നമുക്കുള്ളിൽ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ആരോടും വഴക്കുണ്ടാക്കാതെ, ആരോടും ബഹളം ഉണ്ടാക്കാതെയും നമുക്ക് ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ കൂടെയുള്ളവർ നമ്മളോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ
അത് പൂർവ്വജന്മകൃതം. അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്നു, അർജുന, നീ ഇത്രയും കാലം കുറേ സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ എന്താകും? ഈ ഈശ്വര ഭജനം തുടർന്ന് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു ഗൃഹത്തിൽ നീ പോയി ജന്മം എടുക്കും. എന്നിട്ട് ഇതുവരെ ചെയ്തത് കണ്ടിന്യൂ ചെയ്യും. അപ്പം നമ്മളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ഈശ്വര ഭജനം ചെയ്യാനും ക്ഷേത്രത്തിൽ വരാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പൂർവ്വജന്മത്തിൽ. അഹങ്കരിക്കേണ്ട. പക്ഷേ അതും ഭഗവത് കാരുണ്യം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയത്. അർജുൻ എല്ലാവരും കളിയാക്കി, നീ ഈ കാലിച്ചക്കൻ്റെ പുറകെ നടന്നോ, ഭഗവാനാണെന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴാണോ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയത്, അർജുനൻ തിരിഞ്ഞു നോക്കിയില്ല. ആരുടെ കൂടെ പോയി? ഭഗവാന്റെ കൂടെ പോയി. അതുകൊണ്ട് ആർക്ക് ഭഗവാനെ കിട്ടി? അർജുനന് കിട്ടി. ബാക്കിയുള്ളവരൊക്കെയോ എവിടെയുണ്ട് അല്ലേ? ശ്രീരാമൻ്റെ കൂടെ പോയവരും ശ്രീരാമനെ ആരാധിച്ചവരെ എല്ലാം നമ്മൾ മാനിക്കുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മൾ മന്ധരയെന്ന് പേരിടാറുണ്ടോ? ആർക്കെങ്കിലും നമ്മൾ കയ്യെന്ന് പേരിടാറുണ്ടോ? ദുര്യോധനെന്ന് പേരിടാറുണ്ടോ? ദുശാസനെന്ന് പേരിടാറുണ്ടോ? അല്ലേ? അപ്പോൾ ഭഗവാന്റെ എതിര് നിൽക്കുന്നവർക്ക് എന്താണ് അനുഭവം? അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി എത്ര സമയമുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇതും പല വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ പ്രഭാഷണ ഒരു രംഗത്തിലേക്ക് വന്ന ഒരു സാഹചര്യം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗ മത്സരത്തിന് പോയിട്ട് 3 സെൻറ്റൻസ് പറഞ്ഞിട്ട് മറന്നുപോയിട്ട് ഇറങ്ങി വന്നയാളാണ് ഞാൻ. അന്ന് പെട്ടി പൂട്ടിയതാണ് ഈ പരിപാടി. പിന്നെ കോളേജിലെ അധ്യാപികയായി. അപ്പോൾ ചില നമ്മൾ വട്ടം കൂടിയിരിക്കുമ്പോൾ ചില വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പറയും. അങ്ങനെ സംസാരിച്ചു. പിന്നെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഒരാൾ ഒരു വിഷയം ഒരിടത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടപ്പോൾ അടുത്തത് 15 മിനിറ്റായി. അങ്ങനെ കേട്ട് ഇഷ്ടപ്പെട്ട അടുത്ത ആളുകൾ വിളിച്ചു. അന്നൊന്നും ഒരാളോട് പോലും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണമെന്ന്. കാരണം അവർക്ക് ഇഷ്ടാവുമോ, എനിക്ക് പറയാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ പ്രഭാഷണം കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ദൂരെ നിന്നൊക്കെ പ്രഭാഷണം വരാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ കുറച്ച് ചെറുതാണ്. അപ്പം കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ വളരെ ദൂരെ വയനാട്ടിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു, അത് സോമൻ ചേട്ടാ, മഹിച്ചേട്ടാ, കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദൂരെയൊക്കെ വരാം. ഇപ്പോഴേ ഇതൊക്കെ വേണോ? അപ്പം മതിച്ചേട്ടൻ വളരെ നിസ്സംഗനായിട്ട്, എൻ്റെ ജീവിതത്തിലെ സ്ഥിതപ്രജ്ഞ ഭാവം എന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്ന അദ്ദേഹത്തിലാണ്. അദ്ദേഹം വളരെയധികം ശാന്തമായ ഭാവത്തിൽ പറഞ്ഞു, ഓ, ഞാൻ എന്താ പറഞ്ഞത്, കുറേ കാലം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ദൂരെ പ്രഭാഷണത്തിനൊക്കെ വരാം. അപ്പം മതിച്ചേട്ടൻ എന്നോട് ചോദിച്ചു, മക്കൾ ഭാഗ്യവതിയാകട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണോ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? അല്ല, മക്കളുടെ ടൈമൊക്കെ മുകളിൽ നിന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുന്നതല്ലേ. എനിക്കപ്പോഴേ മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത്. എന്താണ്, കുറേ കാലം കൂടി കഴിയുമ്പോൾ ഞാൻ പ്രഭാഷണത്തിന് പോകാമെന്ന്. മതിച്ചേട്ടൻ ഉദ്ദേശിച്ചത് കുറേ കാലം ഇരിക്കുന്ന ആരാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മക്കൾക്ക് ടൈമൊക്കെ പറഞ്ഞാൽ വിട്ടിരിക്കുന്നതല്ലേ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല കേട്ടോ, നമ്മളൊക്കെ എപ്പോഴാണ് പോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഒരു അശരീരി പോലെയാണ് മതിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, ഭഗവാൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഓരോരുത്തരെ വിട്ടിട്ടുണ്ട്. മോൾക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ജ്ഞാനം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ചോദിക്കും, ഏൽപ്പിച്ച ജോലി ചെയ്യാതെ എന്തുകൊണ്ട് വന്നു എന്ന്. തിരുനക്കര സ്വാമിയാർ മഠത്തിൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. അതിൽ പിന്നെ എനിക്ക് ഒരു തരത്തിലും വരാൻ പറ്റാത്ത എന്തെങ്കിലും അസൗകര്യങ്ങൾ, വേറെ പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നല്ലെങ്കിൽ ഞാൻ എന്നെ വിളിച്ചാൽ പോകും. കാരണം ഇപ്പം തന്നെ ബദ്രി കേദാർ സെപ്റ്റംബർ 20 ഞാൻ പോവുകയാണ്. 19-ാം തീയതി എനിക്ക് ഗുരുവായൂർ പ്രഭാഷണം വന്നിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ യാത്രയ്ക്ക് പോവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ വന്നോളാം, എനിക്ക് രാവിലെ ആദ്യത്തെ പ്രഭാഷണം ഒന്ന് തന്നാൽ ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് ഏറ്റുമാനൂർ എത്തിയിട്ട് അടുത്ത ദിവസം വെളുപ്പിന് പോകണ്ടേ. ഇത് ചെയ്യാതെ ഞാൻ പോയാലോ? ഇവിടെ ഇരിക്കുന്നത് ആ മഹാവിഷ്ണു തന്നെയാണ്, ബദ്രിയിലിരിക്കുന്നതും മഹാവിഷ്ണുവാണ്. അപ്പോൾ ആ ഒരു ഭാവം നമുക്ക് വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമുക്ക് എത്രയുണ്ട് കാലം എന്നറിയില്ല. നമ്മളെല്ലാവരും കളിയാക്കിക്കോട്ടെ, നമ്മളതൊന്നും നോക്കണ്ട. നമ്മൾ അർജുനെ പോലെ ഇരുന്നാൽ മതി. കിട്ടിയ ഓരോ അവസരവും നമുക്ക് പറ്റുന്ന രീതിയിൽ ഭഗവത് ഭജനം ചെയ്യുക, ധർമ്മപാതയിൽ സഞ്ചരിക്കുക, നമ്മുടെ കുട്ടികളെ പ്രഭാഷണത്തിന് കൂട്ടിക്കൊണ്ടുവരിക. എൻ്റെ ആയതുകൊണ്ടല്ല, അവർക്ക് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക,
അടുത്ത ഭാരതത്തിനെ നയിക്കേണ്ടവരാണ് നമ്മുടെ തലമുറ. അവർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണം. അതിനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.